സദ്ഗുരുവേ ശരണം. CBSEയുടെ 3 ലാംഗ്വേജ് പോളിസി കാരണം നിങ്ങളെല്ലാവരും പാനിക്കാണോ? എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട്, അയ്യോ ഇനി എങ്ങനെ പഠിക്കും, പാരൻസിന് ടെൻഷനാണ്. അപ്പോൾ അതിപ്പോൾ കോർട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പെട്ടെന്ന് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. ബട്ട് അതിൻ്റെ തീരുമാനം ഇപ്പോൾ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് പഠിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. നമുക്ക് പെട്ടെന്ന് നോക്കാം എന്താണ് ഈ 3 ലാംഗ്വേജ് പോളിസി, നമ്മളത് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളത്. അതായത് 3 ലാംഗ്വേജസ് നമ്മൾ പഠിക്കണം. അതിൽ 2 ഇന്ത്യൻ ലാംഗ്വേജസ് ആയിരിക്കണം, നേറ്റീവ് ഇന്ത്യൻ ലാംഗ്വേജസ് ആയിരിക്കണം പഠിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ R1, R2, R3. R1 എന്ന് പറയുന്നത് ഫസ്റ്റ് ലാംഗ്വേജ്, R2 സെക്കൻഡ് ലാംഗ്വേജ്, R3 എന്ന് പറയുന്നത് തേർഡ് ലാംഗ്വേജ്. R1 നമുക്ക് ഏതൊക്കെ പഠിക്കാം? നമുക്ക് ഇംഗ്ലീഷോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മദർ ടങ്ങോ സെലക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്, മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് ലാംഗ്വേജ്. അപ്പോൾ സപ്പോസ് നമ്മൾ ഇംഗ്ലീഷാണ് എടുക്കുന്നത്, അതായത് ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ അവരുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്താണോ അതായിരിക്കും സ്കൂൾ ഒഫീഷ്യലായിട്ട് R1 ആയിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് തന്നെ എടുക്കുന്നു. അപ്പോൾ R1 ഇംഗ്ലീഷ്. ഇനി R2ലേക്ക് പോകുമ്പോൾ നമുക്ക് ഇംഗ്ലീഷോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജോ എടുക്കാം എന്നാണ്. എന്നാൽ ഒരു ലാംഗ്വേജ് 2 പ്രാവശ്യം നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ R1 നമ്മളിപ്പോൾ ഓൾറെഡി ഇംഗ്ലീഷ് എടുത്തല്ലോ, അങ്ങനെയാണെങ്കിൽ R2 നമുക്ക് ഇംഗ്ലീഷ് എടുക്കാൻ പറ്റില്ല, വേറൊരു ഇന്ത്യൻ ലാംഗ്വേജ് എടുക്കണം. അപ്പം നമുക്ക് നമ്മുടെ മദർ ടങ് എടുക്കാം, മലയാളം. ഇപ്പം മലയാളികളെ സംബന്ധിച്ച് മലയാളം എടുക്കാം. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷായി മലയാളമായി. ഇനി ഒരു ഇന്ത്യൻ ലാംഗ്വേജും കൂടെ പഠിക്കണം. അപ്പോൾ R3യിൽ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജസിൽ ഏത് വേണമെങ്കിലും എടുക്കാം. അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. അത് നമ്മുടെ സ്കൂളിൻ്റെ സൗകര്യം കൂടെ നോക്കിയിട്ടായിരിക്കുമല്ലോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കാണെങ്കിൽ ഹിന്ദി എടുക്കാം ഈസി ആയിട്ട്. അപ്പോൾ മലയാളികളെ സംബന്ധിച്ച് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഇത് 3 ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. സ്കൂളിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് R1 മലയാളം എടുക്കാം, R2 ഇംഗ്ലീഷ് എടുക്കാം. ഏതായാലും R1ഉം R2ഉം വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി നമുക്ക് 2 ലാംഗ്വേജസ് നമ്മൾ ബോർഡ് എക്സാം എഴുതുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ബോർഡ് എക്സാം ആയിരിക്കും R1ഉം R2. R3 എന്ന് പറയുന്നത് ബോർഡ് എക്സാം അല്ല, അത് ഇൻറ്റേർണൽ അസസ്മെൻ്റ് ആണ്. എന്നാൽ അതിൻ്റെ മാർക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. R3യുടെ മാർക്ക് സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ നന്നായിട്ട് പഠിക്കണം. എന്നാൽ കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്. R1ഉം R2ഉം എന്തായാലും നോർമലി നമ്മുടെ ടോട്ടൽ മാർക്സിൽ ആഡ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതിലിപ്പോൾ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, ഇതിൻ്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മോർ ഡീറ്റെയിൽസ് ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുകയും കൂടെ ചെയ്യാം. ഓക്കെ, ബൈ.